ഹലോ ഫ്രണ്ട്സ്, നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീട് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. നമ്മൾ ദിനം പ്രതി പ്ലാസ്റ്റിക് ബോട്ടിൽ പല രൂപത്തിൽ പല രീതിയിൽ നമ്മൾ ഉപയോഗിച്ചിട്ട് അത് വലിച്ച് കളയാറുണ്ട്. അപ്പോൾ അങ്ങനെ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് നമുക്ക് എൻവയോൺമെൻറ്റൽ പ്രോബ്ലമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഒരു പരിധി വരെ നമ്മൾ ഈ രീതിയിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്കത് പരിഹരിക്കാൻ കഴിയും. അപ്പം നമുക്ക് അതൊന്ന് കണ്ടു കളയാം. ആദ്യത്തെ ടിപ്പ്, ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ഡപ്പ എടുത്തിട്ടുണ്ട്. എടുത്തിരിക്കുന്ന ഡപ്പയുടെ ചോട്ട് ഭാഗത്താണേൽ ഫോർക്കൊന്ന് ചൂടാക്കിയിട്ട് കുറേ കിഴുത്തി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഡപ്പയിൽ കുറേ കിഴുത്തിട്ട് കൊടുത്തു, അതൊന്ന് മാറ്റി വെക്കുന്നു. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ബലൂണാണ്. ബലൂൺ എടുത്തിട്ട് അതിൻ്റെ ഒരു നമ്മൾ ഊതുന്ന വായി വെക്കുന്ന ഭാഗമല്ല, അതിൻ്റെ അറ്റം ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. സിസേഴ്സ് ഉപയോഗിച്ച് ഒന്ന് വെട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബലൂണ് വെട്ടി കൊടുത്തിട്ട് നമ്മൾ ആ ബലൂണാണേൽ നമ്മൾ നേരത്തെ കിഴുത്തിട്ട് വെച്ചിരിക്കുന്ന ആ ഡപ്പയുടെ ആ ഓപ്പണായിട്ടിരിക്കുന്ന ഭാഗത്തോട്ട് ഇതൊന്ന് കയറ്റി കൊടുക്കണം. നമ്മൾ വെട്ടിക്കളഞ്ഞ ആ ബലൂണിൻ്റെ പാർട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ ബലൂൺ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വായി വെക്കുന്ന ആ ഓപ്പണായിട്ടുള്ള ആ ഭാഗം നമ്മൾ ആ ഡപ്പയിൽ ഇട്ട് കൊടുക്കുമ്പോൾ അത് ഡപ്പയുടെ മിഡിൽ ഭാഗത്തായിട്ട് വരണം, അറ്റത്തൊന്നുമല്ല, മിഡിൽ ഭാഗത്തായിട്ട് വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഇതെന്താ ചെയ്തതെന്ന് വെച്ചാൽ, ടാപ്പിൻ്റെ അറ്റത്തോട്ട് ആ ബലൂണിൻ്റെ വായി വെക്കുന്ന ഭാഗം ഒന്ന് കയറ്റിയിട്ട് കൊടുക്കണം. എന്നിട്ട് ടാപ്പ് തുറന്നിട്ട് നമുക്ക് വെള്ളം വരുമ്പോൾ നമുക്ക് ഷവറിൽ നിന്ന് വെള്ളം വരുന്ന പോലെ തന്നെ വരും. അതുപോലെ തന്നെ നമ്മൾ കിച്ചണിലൊക്കെ പാത്രം കഴിയുമ്പോൾ നമുക്ക് കിച്ചൺ സിങ്കൊക്കെ കഴുകുന്ന സമയത്ത് നമുക്ക് ആ ഡപ്പയൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി. ആ ഭാഗത്തേക്കൊക്കെ നമുക്ക് ആ വെള്ളം വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഒരു ഷവറിൻ്റെ രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഷവറൊക്കെ ഉപയോഗിക്കുന്ന സമയത്താണേലും നമുക്ക് ഈ രീതിയിലൊന്ന് ഉപയോഗിക്കാവുന്നതാണ്, ഷവറിൻ്റെ ടാപ്പില്ലെങ്കിൽ. ടിപ്പ് നമ്പർ 2, അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറേ ബോട്ടിലാണ്. അപ്പോൾ ആ ബോട്ടിൽ സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ എടുത്തിരിക്കുന്ന ഫോം ഷീറ്റാണ്. ഫോം ഷീറ്റ് 2 നീളത്തിലുള്ള എടുത്തിട്ടുണ്ട്. അതിൽ പേപ്പർ ഒടിച്ചിട്ടുണ്ട്. ആ പേപ്പർ ഇളക്കിയാൽ നമുക്ക് സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. അതൊന്നും ഇളക്കി മാറ്റുന്നില്ല. ആ പേപ്പറിലാണ് ഇങ്ങനെ ലൈനുണ്ട്, സ്ക്വയർ ബോർഡ്സ് ആയിട്ട് ഇങ്ങനെ ഉണ്ട്. അതുകൊണ്ട് മാർക്കിംഗ് ഒക്കെ വളരെ എളുപ്പമാവുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ട് ഞാൻ പെൻസിൽ കൊണ്ട് റൗണ്ടിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ ഭാഗം ഒന്ന് വെട്ടി മാറ്റുന്നുണ്ട്, റൗണ്ടിൽ വെട്ടി മാറ്റുന്നുണ്ട്. അങ്ങനെ ആ ഫോം ഷീറ്റിൽ 2 സൈഡിൽ 2 ഹോളിട്ടു. അതേപോലെ ഓപ്പോസിറ്റ് സൈഡിലും 2 ഹോളിട്ടു. പിന്നെ നടുക്കായിട്ട് ഒരു ഹോളേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് അതിലോട്ട് നമ്മൾ ചിലപ്പോൾ സാധനങ്ങളൊക്കെ അടുക്കി വെക്കുമ്പോൾ ചെറിയൊരു കബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ, ഇവിടെ ഒന്നുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ച് പോകത്തില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇതുപോലൊക്കെ ഒന്നും ഉണ്ടാക്കി വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു കബോർഡ് തന്നെയാണ്. അപ്പോൾ ഒരു ഫോം ഷീറ്റിൽ അങ്ങനെ ഹോളൊക്കെ ഉണ്ടാക്കിയിട്ട് മറ്റേ ഫോം ഷീറ്റും വെച്ചിട്ട് ആ അളവ് കിട്ടാത്ത രീതിയിൽ പിന്നെയും പെൻസിൽ കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന വാട്ടർ ബോട്ടിലുണ്ടായിരുന്നു, അതെടുത്തിട്ട് ആ ഹോളിൽ കൂടെ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ കാണിക്കുന്ന പോലെ കയറ്റി വെച്ച് കൊടുക്കുന്നു. നമുക്ക് വാട്ടർ ബോട്ടിൻ്റെ ആ ബേസ് ഭാഗത്ത് വേണമെങ്കിലും ഇതുപോലൊരു ഫോം ഷീറ്റ് ഉണ്ടാക്കി ഫോം ഷീറ്റ് വെച്ച് കൊടുക്കാവുന്നതാണ്, എന്നിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്തിട്ടില്ല. ആ ഫോം ഷീറ്റ് ആ വാട്ടർ ബോട്ടിലിൻ്റെ ടോപ്പിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കബോണ്ട് ഒരു തട്ട് ശരിയായിട്ടുണ്ട്. ഇനി അടുത്ത തട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ആ കുപ്പിയുടെ അടുപ്പയിൽ ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഡബിൾ സൈഡ് ടേപ്പിന് പകരം നമുക്ക് സൂപ്പർ ഗ്ലൂ ആണെങ്കിലും ഒട്ടിച്ച് നല്ല സ്റ്റിക്കായിട്ടിരിക്കുന്ന നല്ല സൂപ്പർ ഗ്ലൂ ആണെങ്കിലും ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് വേറെ വാട്ടർ ബോട്ടിൽ ഉള്ളത് എടുത്ത് വെക്കുന്നുണ്ട്, അതിൻ്റെ മണ്ടയിലായിട്ട് വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഫോം ഷീറ്റ് എടുത്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ആ കുപ്പിയിൽ അടപ്പയിൽ പിന്നെയും ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടാണ് അടുത്ത തട്ട് ഫോം ഷീറ്റ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ കബോണ്ട് 2 തട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ആ ഫോം ഷീറ്റിൽ വേണമെങ്കിൽ ഞാനിവിടെ ഫോം ഷീറ്റിൽ രണ്ടാമത്തെ തട്ട് ഫോം ഷീറ്റിൽ ഹോൾ ഇട്ടിട്ടില്ല. അല്ലെങ്കിൽ ഇനി അടുത്ത തട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഫോം ഷീറ്റിൽ ഇതേപോലെ ആദ്യത്തെ ഫോം ഷീറ്റിൽ ഹോൾ ഇട്ട പോലെ തന്നെ ഹോൾ ഇട്ട് എടുത്തിട്ട് വേണം ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ വെയിറ്റ്, അധികം വെയിറ്റ് ഇല്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് എടുത്ത് വെക്കാവുന്നതാണ്. ചില സമയത്ത് നമ്മൾ കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ ഇതുപോലെ ചെറിയൊരു കബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് പോകത്തില്ലേ. അപ്പോൾ അതുപോലൊക്കെ ആവശ്യത്തിന് നമുക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ വിചാരിക്കും ഇത് ബലമില്ല എന്ന് വിചാരിക്കും, പക്ഷേ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലുള്ള കനം കുറഞ്ഞ പലക കിട്ടും. ആ പലകയ്ക്ക് ഇതേപോലെ നമ്മൾ ഹോളിട്ട പോലെ തന്നെ ഹോളിട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ എടുത്തു വെക്കാവുന്നതാണ്. ഈ പലകയിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വെയിറ്റൊക്കെ താങ്ങാവുന്നതാണ്. അതേപോലെ തന്നെ ആ വാട്ടർ ബോട്ടിലാണെങ്കിൽ ഞാനിവിടെ അധികം സ്ട്രോങ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിലല്ല എടുത്തിരിക്കുന്നത്. നമ്മൾ പെപ്സിയുടെയൊക്കെ വാട്ടർ ബോട്ടിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ പെപ്സിയുടെ വാട്ടർ ബോട്ടിൽ വേണം എടുക്കാനായിട്ട്. അതേപോലെ ആ വാട്ടർ ബോട്ടിലിനകത്ത് നമുക്ക് പെബിൾസ്, നല്ല കളർഫുള്ളായിട്ടുള്ള പെബിൾസൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ കബോർഡ് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് ആ പെബിൾസിന് പകരം വേണമെങ്കിൽ നമുക്ക് വെള്ളം നിറച്ചിട്ട്, കളർഫുള്ളായിട്ടുള്ള വെള്ളം നിറച്ചിട്ട് അങ്ങനെ നിറച്ച് വെക്കാം. അല്ലെങ്കിൽ ഒരു അക്വേറിയത്തിൻ്റെ സെറ്റിങ് പോലെ നമുക്ക് ആ കുപ്പിക്കകത്ത് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ എടുക്കുന്ന കുപ്പി കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ളത് എടുത്താൽ മതി. നല്ല ഇതായിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതേപോലെ ആ ഫോം ഷീറ്റിനാണ് ഇവിടെ ഉപയോഗിച്ച് അതിന് പകരം ചെറിയ കനം കുറഞ്ഞ പലക കിട്ടും, കട്ടി കുറഞ്ഞ അധികം വെയിറ്റ് ഇല്ലാത്ത അത് എടുത്ത് നമ്മൾ ഇതേപോലെ ഉണ്ടാക്കുവാണെങ്കിൽ അത്യാവശ്യം വെയിറ്റൊക്കെ വെച്ച് താങ്ങാൻ പറ്റുന്ന നല്ലൊരു കബോർഡാക്കി നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക. ഈ ടിപ്പ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതേപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ഓൾ എന്ന ബെല്ലൈക്കോട്ട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീട് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ. എങ്കിൽ നിങ്ങൾക്ക് പിന്നീടുള്ള വീഡിയോ ഒക്കെ വാച്ച് ചെയ്യാനും പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. അതേപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോകരുത്. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.